നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ നിർണായക യോഗം ഡൽഹിയിൽ ചേരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവർ എന്നിവർ പങ്കെടുക്കുന്നു. 12 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരരോട് ഭാരതമെടുക്കുന്ന നിലപാട് യോഗം തീരുമാനിക്കും. ഭാരതം പാക് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി. അതിനിടെ പോലീസ് തിരഞ്ഞിരുന്ന രണ്ടാമത്തെ കാറും കണ്ടെത്തി. വിവരങ്ങൾ നൽകാൻ എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ പുതിയ കാർ കണ്ടെത്തിയതിനെ കുറിച്ചുകൂടി. കൃഷ്ണരാജ്, നിലവിലിപ്പോൾ CCS മീറ്റിംഗ് അതിൻ്റെ അവസാന ഘട്ടത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷം ചേരുന്ന CCS മീറ്റിംഗ് ആണ്. ഇതിന് വളരെ വളരെ പ്രാധാന്യമുള്ള യോഗമാണ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെയും ജെയ്ഷയുടെയും ഇൻവോൾവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ അതിനെതിരായി സ്വീകരിക്കേണ്ട നടപടികൾ, ഇതെല്ലാം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് ഒരു കാരണവശാലും വരില്ല. കാരണം അത്രയധികം ഒരു സീക്രട്ട് നേച്ചറിലായിരിക്കും അക്കാര്യങ്ങൾ സൂക്ഷിക്കുക. ഉറപ്പായും ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരും, അവർക്ക് തക്കതായ ശിക്ഷ നൽകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്ന് ആശുപത്രിയിൽ പരിക്കേറ്റ ആളുകളെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു കാർ കൂടി കാണാൻ ഇല്ല, 2 കാറുകൾ കാണാനില്ലെന്നും 2 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുമുള്ള കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആശ്വാസകരമായ വാർത്ത അക്കാര്യത്തിൽ പുറത്തു വരുന്നു. ആ കാർ കണ്ടെത്തിയിരിക്കുന്നു. ഫരീദാബാദിന് സമീപം ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ ഈ കാറ് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏജൻസികൾ അവിടെ പരിശോധന നടത്തുകയാണ്. ഇത് ഉപേക്ഷിക്കപ്പെട്ടതാകാം എന്നതാണ് അവരുടെ നിഗമനം. ആ കാറിൻ്റെ നമ്പർ DL10 CK0458 എന്ന ഡൽഹി രജിസ്ട്രേഷൻ നമ്പറിലുള്ള ചുവന്ന എക്കോസ്പോർട്ട് കാർ ആയിരുന്നു അതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ആശ്വാസകരമാണ്. ഇനി അറിയേണ്ട കാര്യം, ഒരു കാർ കൂടി ഉണ്ടോ? മറ്റ് 2 ഭീകരരുടെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ 2 പേർ ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കണം. ഉണ്ടെങ്കിൽ അവരെ പിടികൂടണം. മറ്റൊന്ന്, 300 കിലോ കൂടി അമോണിയം നൈട്രേറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുന്നതിനുള്ള ശ്രമവും അന്വേഷണ ഏജൻസികൾ നടത്തുകയാണ്. അതായത് ശ്രീകാന്ത്, വളരെ പെട്ടെന്ന് തന്നെ എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അന്വേഷണ ഏജൻസികൾ, അല്ലേ? തീർച്ചയായും. ഇന്ന് നമ്മൾ അൽഫല ഹോസ്പിറ്റൽ, അവരുടെ ലോഞ്ച് പാഡായി പ്രവർത്തിച്ചിരുന്ന അൽഫല ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇവർ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച ഗ്രാമത്തിൽ പോയിരുന്നു. അവിടെയെല്ലാം നമ്മൾ കണ്ട കാര്യമെന്ന് പറയുന്നത്, ഇതിനോടകം അവിടെയെല്ലാം തന്നെ അന്വേഷണം, തെളിവെടുപ്പ് ഇതെല്ലാം ദ്രുതഗതിയിൽ നടക്കുകയാണ്. 52 ഡോക്ടർമാരെയാണ് ആശുപത്രിയിലെ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തത്. 80 അധ്യാപകർ, അനധ്യാപകർ, അവിടുത്തെ സ്റ്റാഫുകൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. ഒപ്പം 9 പേരെ കാൺപൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഈ ഷഹീൻ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗം മേധാവിയുടെ അടുപ്പക്കാരായ 7 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ആകമാനം പരിശോധനകളും കസ്റ്റഡിയിലെടുക്കലും അറസ്റ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷഹീന്റെ സഹോദരൻ പർവേസ് എന്നയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അയാളുടേത്. അതോടൊപ്പം ഈ പള്ളിയിലെ ഇമാം, ഈ അൽഫല ആശുപത്രിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലെ ഇമാമാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ റൂം നൽകിയത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷോപ്പിയാനിൽ ഒരു മുസ്ലിം മതപണ്ഡിതൻ ഉണ്ടായിരുന്നു. ഇവരെ മുഴുവൻ റാഡിക്കലൈസ് ചെയ്തയാൾ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇർഫാൻ അഹമ്മദ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇനി കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഈ വൈറ്റ് കോളർ ടെറർ ഔട്ട്ഫിറ്റ്, ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ആളുകൾ മാത്രമല്ല, അത് വളരെ കൂടുതലുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അവരെ ലൊക്കേറ്റ് ചെയ്യണം. അവരേതെങ്കിലും തരത്തിൽ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഒപ്പം തന്നെ ഈ 300 കിലോ അമോണിയം നൈട്രേറ്റ് ഉണ്ട് എന്ന് പറയുന്നു, അതും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാൻ കൃഷ്ണരാജ്, വലിയ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ടെത്തി. പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുന്നിൽ അവർ
ആ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ പോയി. അപ്രതീക്ഷിതമായി ഈ അറസ്റ്റ് ഉണ്ടായതോടെ പാനിക് സിറ്റുവേഷനിൽ ഈ സ്ഫോടനം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ ഒരു യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. അവിടെ നരേന്ദ്രമോദിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, പ്രതിരോധ മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഉണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്. ഡൽഹിയിൽ കൊടും ഭീകരർ ലക്ഷ്യമിട്ടത് തുടർ സ്ഫോടനങ്ങൾ. അതായത് ഫരീദാബാദ് ജെയ്ഷെ മുഹമ്മദ് മൊഡ്യൂളിനെ അതിവേഗത്തിൽ തകർത്തതിലൂടെ ഭാരതം മറികടന്നത് വലിയ ദുരന്തമാണ്. പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ കശ്മീരിലെ ഷോപ്പിയാനിലെയും ഹരിയാനയിലെ ഭൗജിലെയും 2 മുസ്ലിം മതപുരോഹിതന്മാർ. ഫരീദാബാദിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഭീകരവാദ മൊഡ്യൂളിന്റെ ഉറവിടമന്വേഷിച്ച ഏജൻസികൾ 2 ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കാണ് ചെന്നെത്തിയത്. ഫർസന്ദാൻ എ ദാറുലുലൂം എന്ന ഗ്രൂപ്പും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് നിയന്ത്രിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുമാണ് ഇവ. ഈ ഗ്രൂപ്പിലൂടെയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബിയും കൊടും ഭീകരരെ മുഴുവൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ഷോപ്പിയാനിലെ മുസ്ലിം മതപണ്ഡിതൻ ഇർഫാൻ അഹമ്മദ് വാഗഹും അടുക്കുന്നത്. ആദ്യകാല ചർച്ചകൾ കശ്മീരിന്റെ സ്വാതന്ത്ര്യവും കശ്മീരികളോടുള്ള പീഡനവും ആയിരുന്നെങ്കിൽ പിന്നീടത് ഗ്ലോബൽ ജിഹാദ് എന്നതിലേക്ക് വഴിമാറി. ഗ്രൂപ്പിൽ സജീവമായ പാക് ഹാൻഡ്ലർമാർ തുർക്കിയിലേക്ക് നടന്ന വിദേശയാത്രയ്ക്കിടെ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി അടുക്കുകയും ഫരീദാബാദ് ഭീകര മൊഡ്യൂൾ രൂപം കൊള്ളുകയും ചെയ്തു. തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമാണ് ഈ ഗ്രൂപ്പ് ഇന്ത്യയിലുടനീളം പ്രവർത്തനം വ്യാപിപ്പിച്ചത്. അതേസമയം ജെയ്ഷെ മുഹമ്മദ് നിർദ്ദേശപ്രകാരം ഡോക്ടർ മുസമ്മിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലും ഡോക്ടർ ആദിൽ സഹറൻപൂരിലും നിയമിതരായി. മറ്റംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിക്രൂട്ട്മെന്റിനും ലോജിസ്റ്റിക്സിനും വേണ്ടി വിന്യസിക്കപ്പെട്ടു. ഫരീദാബാദ് മൊഡ്യൂളിന് ദൌജ് ഗ്രാമത്തിൽ എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തതും ഒരു മുസ്ലിം മതപണ്ഡിതനാണ്. മുഹമ്മദ് ഇസ്താഖ് എന്നാണ് ഇയാളുടെ പേര്. ഈ മൊഡ്യൂളുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധമുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഏജൻസികൾ ഇപ്പോൾ. ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് ഡോക്ടർ ഉമർ, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ഷാഹിൻ എന്നിവരടങ്ങുന്ന സംഘം ഏകദേശം 9 മുതൽ 10 പേരടങ്ങിയ ഭീകര ലോജിസ്റ്റിക് നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു. ഇതിൽ 5 മുതൽ 6 പേർ വരെ ഡോക്ടർമാരാണ്. ഇവർ പ്രൊഫഷണൽ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കാനും അവ അസംബിൾ ചെയ്യുകയും നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇനിയും 300 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് കണ്ടെത്താനുണ്ട്. സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന 2 വാഹനങ്ങളും 2 ഭീകരരും കാണാമറയത്തു തന്നെ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിൽ വാർത്താ കേന്ദ്രമായി ഹരിയാനയിലെ ദൌജ് ഗ്രാമം. ഭീകരരുടെ ലോഞ്ച് പാഡ് ഇവിടുത്തെ അൽ ഫലാഹ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതിനടുത്താണ് ഡൽഹി സ്ഫോടന പരമ്പരയ്ക്കുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചത്. ഹരിയാനയിൽ ഫരീദാബാദിനടുത്ത് ദൌജ് എന്ന സാധാരണ ഗ്രാമം അതിന്ന് രാജ്യമൊട്ടാകെ കുപ്രസിദ്ധമായിരിക്കുകയാണ്. അതിന് കാരണക്കാരായതാകട്ടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു പറ്റം മത ഭീകരവാദികളും. ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്തിയ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയാണ് ദൌജ് ഗ്രാമത്തിലെ അൽ ഫലാഹ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടം ലോഞ്ച് പാഡ് ആക്കിയായിരുന്നു ഭീകരരുടെ പ്രവർത്തനം. ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യയിലെ വനിതാ വിഭാഗം നേതാവ് ഷഹീൻ ഉൾപ്പെടെ ഡൽഹിയിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് ഇവിടെ ജോലി ചെയ്ത് വരുന്നതിനിടെയാണ്. കശ്മീർ സ്വദേശികളായ ഭീകരർക്ക് സ്ഫോടക വസ്തുക്കളും പണവും നൽകിയത് ഇവിടുത്തെ ഡോക്ടർ കൂടിയായ ലക്നൌ സ്വദേശി ഷഹീനാണ്. അൽ ഫലാഹ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ പള്ളിയിലെ ഇമാം മുഹമ്മദ് ഇസ്താഖായിരുന്നു ഇവർക്ക് വേണ്ട പ്രാദേശിക സഹായം മുഴുവൻ ചെയ്തതും. 3 വർഷത്തിലധികമായി ജെയ്ഷെ ബന്ധമുള്ള ഭീകരപ്രവർത്തകർ ഇവിടെ തുടരുന്നു.
അൽഫലാഹ് ക്യാമ്പസിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ തഗ എന്ന പ്രദേശത്തെ ഈ ഒറ്റനില വീടായിരുന്നു ഭീകരരുടെ ഒളിത്താവളം. ഇമാം മുഹമ്മദ് ഇസ്താഖിന്റെ കൈവശമുണ്ടായിരുന്ന നാട്ടിൻപുറത്തെ ഈ വീട്ടിലാണ് 2600 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചത്. ഇവിടെ നിന്നും തോക്കുകളടക്കമുള്ള മാരകമായ മറ്റായുധങ്ങളും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഈ വീട്ടിലും ഭീകരരെ കാണാൻ നിരവധി പേർ എത്തിയതായി വിവരമുണ്ട്. കാർഷിക ഗ്രാമമായ ഇവിടെ അമോണിയം നൈട്രേറ്റ് സംഘടിപ്പിക്കുന്നതിന് പ്രാദേശിക സഹായം കിട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ആസൂത്രണം ചെയ്ത് നഗരങ്ങളെ ചുട്ടരിക്കുന്ന ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ രാജ്യത്തിനാകെ ഭീഷണിയായി മാറുകയാണ്. ഈ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ പണിയും. നിതാന്ത ജാഗ്രത മാത്രമാണ് ഏക പോംവഴി. ക്യാമറമാൻ ഉണ്ണിക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഫരീദാബാദ്. BJP പദയാത്രയിൽ വി മുരളീധരൻ സംസാരിക്കുന്നു. തത്സമയം. കള്ളന്മാരും അവരാണ് ഇന്ന് കേരളത്തിലും തിരുവനന്തപുരത്തിന്റെയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കള്ളത്തരവും കൊള്ളയും തട്ടിപ്പും ശബരിമല തൊട്ട് ഏറ്റവും ഇങ്ങേയറ്റത്ത് തിരുവനന്തപുരത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെ അതുൾപ്പെടെ അതിന്റെ പണം മുഴുവൻ സ്വന്തം കീശയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് സംസ്ഥാനത്തും ഇവിടെ നഗരഭരണത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, ഇതിലൊരു മാറ്റമുണ്ടായാൽ മാത്രമേ നരേന്ദ്രമോദി നൽകുന്ന പണം, ആ പണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ആ പണം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അത് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാക്കണമെങ്കിൽ മാലിന്യത്തിന്റെ പേരിൽ പോലും ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഭരണ സംവിധാനം അതാണ് തിരുവനന്തപുരത്തുള്ളത്. കിച്ചൺ ബിന്നിന്റെ പേരിൽ നടന്ന വലിയ വെട്ടിപ്പ് നമുക്കറിയാം. 1800 രൂപ വില കടലാസിൽ രേഖപ്പെടുത്തി 500 രൂപ വിലയുള്ള വസ്തു ഈ നാട്ടിലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വിതരണം ചെയ്തു. കോർപ്പറേഷന്റെ കയ്യിൽ എത്ര എണ്ണം വിതരണം ചെയ്തു എന്ന് കണക്കില്ല. അതിന്റെ മുഴുവൻ പണം അത് നൽകിയ ഒമേഗ കമ്പനിക്ക് എഴുതി കൊടുത്തു. ആ ഒമേഗ കമ്പനി ആരുടേതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-ന്റെ ഉന്നതനായിട്ടുള്ള നേതാവിന്റെ ബന്ധു, ആ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒമേഗ കമ്പനി. അത് കഴിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ മാർഗനിർദ്ദേശം നൽകിയത് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്ന NGO. കേരളത്തിലെ ഒരു MLA, CPM MLA, ഈ തിരുവനന്തപുരത്തെ ഒരു CPM MLA-യുടെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ വില്ലേജ്, ഇവരൊക്കെ കൂടി നടത്തിയിട്ടുള്ള വലിയ വെട്ടിപ്പ്. ആ വെട്ടിപ്പിന്റെ ഫലമാണ് നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മ സേനയിലെ പെൺകുട്ടികൾക്ക് തൊഴിൽ പോലും ഇല്ലാതായ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവരെ മുഴുവൻ പിരിച്ചുവിട്ടപ്പോ അവര് കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ അനന്തപുരി വികസന സന്ദേശ പദയാത്രയിൽ വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. ഇടത് ഇതുവരെ ഇല്ലാത്ത ഇടച്ചിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വല്ലാത്ത മുറുമുറുപ്പാണ്. ഇങ്ങ് തലസ്ഥാനത്ത് പാർട്ടി പദവിയിലുള്ളവർ പരസ്യമായി രംഗത്തുണ്ട്. കോട്ടയത്ത് മാണിക്കൂട്ടത്തിന് അടിമപ്പെട്ടുവെന്ന ആരോപണമുണ്ട്. അങ്ങ് കണ്ണൂരിലും വെട്ടിനിരത്തൽ പ്രകടമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്ക് സീറ്റില്ല. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മറുപടി. നോ കമന്റ്സ്. അതിന് മാത്രം ഇല്ല. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? അല്ല, ഞങ്ങളിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ലിസ്റ്റ്. ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ നിലനിർത്തണ്ട. ഇപ്പം ഇതിനകത്ത് ആരെയും നിലനിർത്തിയിട്ടില്ലല്ലോ. ഒരാളെ ഒഴികെ വേറെ ആരും നിലനിർത്തിയിട്ടില്ലല്ലോ. പുതിയ ടീം വന്നിട്ടുണ്ട്. വരുന്ന സമയത്ത് പഴയ ടീമിന് എത്ര ടേം മത്സരിച്ചിട്ടുണ്ട്, എത്ര ടേം
വിവിധ സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, അതാണ് മാനദണ്ഡം എന്തെന്ന ചോദ്യം. മറ്റൊന്ന്, നോ കമൻസ് എന്തുകൊണ്ട് PP ദിവ്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ KK രാഗേഷിന് മറുപടിയായി പറയേണ്ടി വരുന്നു? കൃഷ്ണരാജ്, നമുക്കറിയാം CPM-നെ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടൊരു നേതാവാണ് PP ദിവ്യ. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ പഴികേട്ടു, ഏറെ ആരോപണങ്ങൾ കേട്ടു. മാത്രമല്ല നിയമ നടപടി നേരിട്ടു. അതേ തുടർന്ന് പാർട്ടി നേതൃത്വം ഒന്നാകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ PP ദിവ്യയ്ക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നത്. അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പടിപടിയായി CPM വളർത്തിക്കൊണ്ടുവന്നൊരു നേതാവാണ് PP ദിവ്യ. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവരെ പരിഗണിക്കാനും MLA ആയി അടക്കം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടവർ പ്രതിക്കൂട്ടിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി കഴിഞ്ഞാൽ അത് CPM നേതൃത്വത്തെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നോ കമന്റ്സ് എന്ന ഒറ്റ വാചകത്തിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ ആ ചോദ്യങ്ങൾക്ക് തടയിട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ ഒരു പ്രവണത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ മുറുമുറുപ്പുകൾ CPM നേതൃത്വത്തിനെതിരെയും LDF-നെതിരെയും ഉയരുന്നൊരു സാഹചര്യം. പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. അതായത് മുൻകാലങ്ങളിൽ എന്താണോ UDF നേരിട്ടത് അതേ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് LDF പ്രശ്നങ്ങളുണ്ട്, കോട്ടയത്തുണ്ട്, ഇപ്പോൾ കണ്ണൂരിലും അത് പ്രകടമാണ്. ഏതായാലും നോ കമന്റ്സ് എന്ന മറുപടി CPM-ലെ നേതാക്കൾക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് ശ്രദ്ധേയം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. അതിനിടെ വോട്ടർ പട്ടിക അതിതീവ്ര പരിഷ്കരണവുമായി സഹകരിക്കാൻ കോൺഗ്രസിന്റെ കേരള ഘടകം KPCC ഭാരവാഹികൾക്ക് ചുമതല നൽകി. പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരെ സജ്ജരാക്കും. തീരുമാനം KPCC യോഗത്തിലാണ്. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, എന്തുകൊണ്ട് വൈകി ഈ വിവേകം വരുന്നു? പോലെ തന്നെ ആദ്യഘട്ടം മുതൽ SIR-നെതിരെ വലിയ രീതിയിൽ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയതാണ്. ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ചോദ്യം പ്രധാനമായും കോൺഗ്രസ് തന്നെയല്ലേ SIR-നെ ആദ്യ കാലഘട്ടങ്ങളിൽ അനുകൂലിച്ചത് എന്ന് തന്നെയായിരുന്നു. എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സഹകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിന്റെയും ചുമതല ഓരോ KPCC ജനറൽ സെക്രട്ടറിമാർക്ക് നൽകാനാണ് ഈ KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ വോട്ട് ചേർക്കാനും പാർട്ടി അനുകൂല വോട്ട് ഉറപ്പിക്കാൻ സജീവമായി ഇറക്കാനാണ് തീരുമാനം എന്നതുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഈ ഏജന്റുമാർ ഇല്ലാത്തിടത്ത് 10 ദിവസത്തിനകം ആളെ നിയോഗിക്കാനാണ് തീരുമാനം. എന്തായാലും SIR-ന് അനുകൂലമായി ഇപ്പോൾ കോൺഗ്രസും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ KPCC സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം KPCC-യിൽ നടക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക അതിതീവ്ര പരിഷ്കരണവുമായി സഹകരിക്കാൻ കോൺഗ്രസ് വാസ്തവം വാസുവിനറിയാം. ആ വഴി പത്മകുമാറും പത്മവ്യൂഹത്തിലാണ്. ഘടകവും മറുഘടകവും ചാടി അമർന്ന് വീണുകിടപ്പാണ് ചിലർ. PS പ്രശാന്തിന് ആ പഴയ പ്രശാന്തതയൊന്നും കാണാനില്ല. അങ്ങനെ പലരുടെയും നെഞ്ചിടിപ്പേറുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ A പത്മകുമാറിന് കുരുക്കായി N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സ്വർണം ചെമ്പന്ത് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ. വാസു ഗൂഢാലോചന നടത്തിയെന്നും സ്വർണം പൂശിയെന്ന പരാമർശം മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാർ വീണ്ടും സാവകാശം തേടി. വൈകിയാൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് കുരുക്കാവുന്ന പരാമർശം അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയത്. N വാസു സ്വർണ്ണപ്പാളികൾ ചെമ്പന്ത് രേഖപ്പെടുത്തിയത് ബോർഡിന്റെ അറിവോടെ എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഉദ്യോഗസ്ഥ നിർദ്ദേശം അംഗീകരിച്ചതാണോ അതോ ഗൂഢാലോചനയിൽ ബോർഡ് അംഗങ്ങൾ പങ്കാളികളായതാണോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. വാസു സ്വർണ്ണപ്പാളികളെ ചെമ്പന്ത് രേഖപ്പെടുത്തിയത് തെറ്റാണെന്നറിയാമായിരുന്നിട്ടും ആ ശുപാർശ ദേവസ്വം ബോർഡ് അംഗീകരിച്ചതോടെ സ്വർണ്ണപ്പാളി കേസിൽ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമെല്ലാം പ്രതിസ്ഥാനത്താകുകയും
പത്മകുമാറിന്റെ അറസ്റ്റ് അനിവാര്യമാകുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ രണ്ടാം തവണയും ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എ പത്മകുമാർ. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയത്. പക്ഷേ അധിക സമയം നൽകേണ്ടെന്നും വൈകിയാൽ അറസ്റ്റിലേക്ക് കടക്കാമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. പാളികളിൽ സ്വർണം പൂശിയെന്ന പരാമർശം വാസു മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും ഈ രേഖ വെച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴികളിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ അഴിമതി നിരോധന വകുപ്പും ഉൾപ്പെടുത്തി അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസം കൂടി വേണമെന്നതുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ജനം, തിരുവനന്തപുരം. കഠിനമെന്റെ അയ്യപ്പ 5 നാൾ മുൻപ് 14 മണിക്കൂർ നീണ്ട ലൈവത്തോൺ. ശബരിമലയിൽ ഒരുക്കങ്ങളായോ എന്ന ചോദ്യം ഉന്നയിച്ച് ജനം ടിവിയുടെ ഉദ്യമം. ഇന്ന് ആ അസൗകര്യങ്ങളുടെ ആഴം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. 53 ലക്ഷം ഭക്തർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം? മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണം. നിലവിലെ സൗകര്യമനുസരിച്ച് വെർച്വൽ ക്യൂ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. ദേവസ്വം ബോർഡിനെയും CPM-നെയും കടന്നാക്രമിച്ച് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു. ദേവസ്വം ബോർഡ് അതിന്റെ കർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ തുടരുന്നതിന്റെ അർത്ഥമെന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്ത് അധികാരമാണുള്ളത്? അയ്യപ്പന്മാരെ കൊള്ളയടിച്ച് സർക്കാരിന് നിലനിൽപ്പുള്ളൂ എന്നാണെങ്കിൽ അത് നടക്കില്ലെന്നും RV ബാബു ടെമ്പിൾ പാർലമെന്റിൽ പറഞ്ഞു. ദേവസ്വം നിയമമനുസരിച്ച് ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് ക്യാബിനറ്റിലെ ഹിന്ദു മന്ത്രിമാർ ചേർന്നാണ്. ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ്. ആരാണ് K. ജയകുമാർ IAS-നെ നിശ്ചയിച്ചത്? പത്രവാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കി. K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPIM സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നാണ്. ആരാണ് CPIM സെക്രട്ടേറിയറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ? എന്ത് അധികാരമാണ് അവർക്കുള്ളത്? ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് പലരും ഇപ്പൊ ജയിലിലാണ്, നാളെ ജയിലിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ്. അവരെന്താണ് ചെയ്തത്? അവരെ വിശ്വാസികൾ വിശ്വാസപൂർവ്വം അവരെ ഏൽപ്പിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ. നാളെ കഴിഞ്ഞാൽ ബിഗ് ബിഹാർ ആര് ഭരിക്കുമെന്നറിയാം. മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ചയെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് NDA. 130-ലേറെ സീറ്റുകൾ നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. NDA സഖ്യത്തിന് 75 മുതൽ 105 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. പ്രശാന്ത് കിഷോറിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാനാവില്ലെന്നും പ്രവചനം. ആകാശക്കീഴെ ഒഴുകിപ്പായുന്ന മേഘങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ണിനു താഴെ മേഘങ്ങൾ ഒന്നാകെ തൂവൽക്കെട്ടുകളായി പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കൊളുക്കുമലയിലേക്ക് പോകണം. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. തേനി ജില്ലയിലെ ബോഡി നായ്ക്കന്നൂർ താലൂക്കിലെ ഒരു ഗ്രാമമാണ് കൊളുക്കുമല. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളും സാധാരണക്കാരും നിറഞ്ഞ ഒരു മനോഹരമായ ഗ്രാമം. മഞ്ഞുകാലം എത്തിയതോടെ കൊളുക്കുമലയിലെ സൂര്യോദയം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഇവിടേക്കുള്ള ജീപ്പ് സവാരിയും മനോഹരമായ കാഴ്ചകളും മറക്കാനാവാത്ത അനുഭവമാണ് ടൂറിസ്റ്റുകൾക്ക് നൽകുന്നത്. പ്രകൃതിയുടെ ദൃശ്യചാരുതയാണ് ഓരോ സഞ്ചാരികളെയും കാത്തിരിക്കുന്നത്. ഒരിക്കൽ കണ്ടാൽ കൊളുക്കുമലയിലെ സൂര്യോദയവും അസ്തമനവും എന്നും മനസ്സിലുണ്ടാകും. The sunrise was really beautiful.
एंड वहाँ पे फ़ोटोज़ क्लिक करने के लिए भी बहुत स्पेस है और जो हमारे गाइड रहे हैं दौरान में उन्होंने भी बहुत हेल्प किया और बताया कि किस टाइम पे कभी पिक्चर लेनी चाहिए. മൂന്നാർ പട്ടണത്തിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് കൊളുക്കുമല. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ വളവും തിരിവും നിറഞ്ഞ റോഡിലൂടെ മുകളിലേക്കുള്ള യാത്ര തന്നെ സാഹസികമാണ്. സഞ്ചാരികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പും നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ദിനംപ്രതി 500-ലധികം സഞ്ചാരികൾ ജീപ്പ് സഫാരിക്കായി എത്തുന്നുണ്ട്. മഞ്ഞിൽ പൊതിഞ്ഞ രാത്രി കാഴ്ചയും സൂര്യോദയവുമൊക്കെ കൊളുക്കുമലയെ സ്വർഗ്ഗതുല്യമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.